പക്ഷിപ്പനി വ്യാപനം പഠിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സംഘം വ്യാഴാഴ്ച ജില്ലയുടെ വിവിധ മേഖലകൾ സന്ദർശിച്ചു. വ്യാപനമുണ്ടായ പ്രദേശങ്ങളിൽ നിന്നുള്ള സാമ്പിളുകൾ സംഘം ശേഖരിച്ചു. ഫാമുകൾ, പ്രദേശത്തിന്റെ പ്രത്യേകത, വെള്ളം തുടങ്ങിയ കാര്യങ്ങളാണ് സംഘം പഠനവിധേയമാക്കുന്നത്. വൈറസിന്റെ സ്വഭാവവും അത് പടരാനുള്ള സാഹചര്യങ്ങളും സംബന്ധിച്ച് സംഘം പഠനം നടത്തും. ജില്ലാ കളക്ടർ അലക്സ് വർഗീസുമായി സംഘം ജില്ലയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു. പക്ഷിപ്പനി വ്യാപനം പഠിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സംഘം വ്യാഴാഴ്ച ജില്ലയുടെ വിവിധ മേഖലകൾ സന്ദർശിച്ചു. കൂടുതൽ വ്യാപനമുണ്ടായ മേഖലകളാണ് പ്രധാനമായും സന്ദർശിച്ചത്. ചേർത്തല, ചെറുതന, ചെങ്ങന്നൂർ എന്നിവിടങ്ങളിലായിരുന്നു സംഘം സന്ദർശനം നടത്തിയത്. വ്യാപനമുണ്ടായ പ്രദേശങ്ങളിൽ നിന്നുള്ള സാമ്പിളുകൾ സംഘം ശേഖരിച്ചു. ഫാമുകൾ, പ്രദേശത്തിന്റെ പ്രത്യേകത, വെള്ളം തുടങ്ങിയ കാര്യങ്ങളാണ് സംഘം പഠനവിധേയമാക്കുന്നത്. വൈറസിന്റെ സ്വഭാവത്തെയും അത് പടരാനുള്ള സാഹചര്യങ്ങളെയും കുറിച്ച് സംഘം പഠനം നടത്തും. തുടർന്ന് തയ്യാറാക്കുന്ന റിപ്പോർട്ട് കേന്ദ്രം നിയോഗിച്ച വിദഗ്ധരുമായി ചർച്ച ചെയ്യും. സംസ്ഥാന തലത്തിൽ സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പാണ് വിദഗ്ധ സംഘത്തെ രൂപീകരിച്ചത്. ഇതിൽ പൂക്കോട് വെറ്റിനറി കോളേജിലെ പ്രൊഫസർ ഡോക്ടർ ചിന്തു രവിശങ്കർ, സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ പി രാജീവ്, ഡോക്ടർ എസ് അപർണ, വെറ്റിനറി സർജൻ സിയാദ് പാലോട്, ഡോക്ടർ ഹരീഷ്, തിരുവനന്തപുരം ജില്ലാ ലാബിലെ ഡോക്ടർ സഞ്ജയ് ഡി എന്നിവരാണ് ജില്ലയിൽ സന്ദർശനം നടത്തിയത്. ഇവർ തങ്ങളുടെ കണ്ടെത്തലുകൾ സംസ്ഥാന സർക്കാരിന് ഉടൻ കൈമാറും. ജില്ലാ കളക്ടർ അലക്സ് വർഗീസുമായി കളക്ടറേറ്റിൽ വെച്ച് സംഘം ജില്ലയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു. പഞ്ചായത്തുകൾക്കും കർഷകർക്കുമുള്ള കോമ്പൻസേഷൻ, ജില്ലയിലെ പക്ഷിപ്പനിയുടെ നിയന്ത്രണം എന്നിവ സംബന്ധിച്ച് ജില്ലാ കളക്ടർ സംഘത്തോട് വിശദീകരിക്കുകയും ചെയ്തു. CDNet ന്യൂസ്, കായംകുളം.